നമ്മുടെ പാണ്ഡ സാറിന്റെ വണ്ടി ടയർ പഞ്ചറായിരിക്കുക. ഞാനിപ്പോ ഡ്യൂപ്ലിക്കേറ്റ് കമ്മീഷണറായി. ആദ്യം ഞാൻ എന്റെ അനിയന്മാരെ ഡുഗുനെ ഗുഗുനെ ജയിലിൽ നിന്ന് മോചിതരാക്കും. പിന്നെ യൂണിഫോമിന്റെ ബലത്തിൽ നഗരത്തിൽ മുഴുവൻ വിലസി നടക്കും ഞാൻ. എന്ത് പറ്റി മാഡം? ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓ, ഇതെന്താ ഇങ്ങനെ എല്ലാരും ഓരോന്ന് പറയുന്നത്? ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കാരണം കൂടുതൽ പറയാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് സെന്റൻസ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുത്തതാ. ഓഹോ, ശക്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇത്രയും വലിയ സെന്റൻസ് പറഞ്ഞത്? ഓഹോ, മേഡത്തിന് ഭയങ്കര ബുദ്ധിയാണ്. ഓ കുട്ടികളെ, ഭക്ഷണം റെഡിയാണ്. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. ഞാനും മാഡത്തെ സഹായിക്കാം. താങ്ക് യു സർദാർ. എന്നെ കാച്ചു പിടിച്ചതിന് താങ്ക് യു. തന്നെ പുറത്ത് വീഴുന്നതിന് സോറി. അതൊന്നും ഒരു കുഴപ്പമില്ല സാറേ. സാറ് ഞങ്ങളുടെ സാറ് തന്നെയല്ലേ. അതിരിക്കട്ടെ, ഈ അലങ്കാരങ്ങളൊക്കെ എന്തിനാണ് സാറേ? ഈഷ്, ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്. എനിക്ക് പ്രൊമോഷൻ തരാൻ പോകണോ? ഞാനപ്പോ ഇനി മുതൽ കമ്മീഷണറാണോ? ഈഷ്, ഇല്ല, ഇന്ന് പുതിയ പോലീസ് കമ്മീഷണർ ചാർജ് എടുക്കും. സത്യസന്ധനും നീതിമാനെന്നുമാണ് കേട്ടത്. അതായത് എന്നെ പോലെ തന്നെ. പുതിയ പോലീസ് കമ്മീഷണറാണോ? ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം മമ്മി. ഈഷ്, കമ്മീഷണർ സാർ. അയ്യോ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈഷ്, സാർ കമ്മീഷണർ അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഷോക്ക് ആകുന്നത്? കുട്ടിക്കാലത്ത് എന്റെ ആഗ്രഹം കമ്മീഷണർ ആകണമെന്നായിരുന്നു. ആഗ്രഹം സാധിക്കാൻ ഞാൻ പലതും ചെയ്തു. ഇപ്പൊ അത് സാധിച്ചു. അതിന്റെ ഒരു ഷോക്കിലാണ് ഞാനിപ്പോൾ. മനസ്സിലായോ അനക്കൊണ്ട? അനക്കൊണ്ടയല്ല, പാണ്ട. ഞാൻ ഫോണിൽ എന്റെ പേര് പറഞ്ഞായിരുന്നു. കേക്കുച്ചണ്ട. അയ്യോ, ചെണ്ടയല്ല, പാണ്ട. എന്തുണ്ടെങ്കിലും ആവട്ടെ, ഈ കുറ്റവാളികളെ ഉടനെ പുറത്തിറക്കിയിട്ട് ഈ ജയിലില് കുരങ്ങൻ കുറുക്കൻ സിംഹത്തൊക്കെ ഇടൂ. എന്റെ മോന് സൂ കാണണം, പക്ഷെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ ചെയ്താൽ കുട്ടികളെല്ലാം ഓടിപ്പോകും. ഗുണ്ടകൾ ജയിലിൽ കിടന്നാൽ കുറ്റകൃത്യങ്ങൾ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നാൽ പോലീസിന് പണി ഉണ്ടാകില്ല. അങ്ങനെ പണിയില്ലാതെ വന്നാലോ നമ്മുടെയൊക്കെ ജോലി തെറിക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം മമ്മി. മമ്മി, എന്റെ മമ്മി. വേഗം പുറത്തിറക്കവന്മാരെ. പറഞ്ഞേക്കൂ, കാരണം സിറ്റിക്കകത്ത് രണ്ട് കുട്ടികൾ ഗുഗും ഡുഗും അവരുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടാണ്. ഇവരെ തടയുവാനായി ഇവിടെ ആരുമില്ലേ? നഗരത്തിൽ ആ ഗുഗും ഡുഗും തോന്നിയാസത്തിന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നമുക്കിവിടെ കൈയും കെട്ടിയിരിക്കാനാവില്ല. എന്നാ പിന്നെ നോക്കിയിരിക്കണ്ട, നമുക്ക് ബാക്കിയോട് കഴിച്ചാലേ കൊച്ചലിയാ. കഴുതേ, നമ്മൾ ആദ്യം ആ ഗുണ്ടകളെ പിടിക്കണമെന്നാ ബണ്ണി പറഞ്ഞതിന്റെ അർത്ഥം. ഈ കാര്യം എപ്പോഴാ പറഞ്ഞത്? ബണ്ണിയാക്കി ഇരിക്കുന്ന കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഞാനാണെങ്കിൽ ഇരുന്നോണ്ട് കഴിക്കുന്ന കാര്യം പറഞ്ഞത്.
ഇവനോട് സംസാരിച്ച് വെറുതെ സമയം കളയണ്ട. വാ നമുക്ക് പോയി ആ ഡുഗുവിനെയും ഗുഗുവിനെയും പിടിക്കാം. ഗുഗു ഡുഗു, മോഷണ കുറ്റത്തിനായി നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ആ, ഒരു മിനിറ്റ്. ഇവര് ഓർണമെന്റ്സ് എല്ലാം ബാഗിൽ കുത്തി നിറച്ച് പോയിരുന്നെങ്കിൽ മോഷണമെന്ന് പറയാമായിരുന്നു. ഓക്കെ, അവർ മോഷ്ടിച്ചു. പക്ഷെ നമ്മളെ മറികടന്ന് അവരേതായാലും ഓടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. ശരി, അവർ പോയെന്ന് വെക്കാം. പക്ഷെ പോലീസിനെ ജീപ്പ് എടുത്ത് കടന്നു കളഞ്ഞില്ലല്ലോ. സാർ, അതാ അവര് രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ പോയി പിടിക്ക്, അല്ലെങ്കിൽ യു ആർ ഫയർ. നോക്കൂ സാർ, അവൻ വീണ്ടും ഗുണ്ടായിസം കാണിക്കാണ്. വരൂ നമുക്കൊരു പോയി പിടിക്കാം. വരൂ സാർ, ഇവർ രണ്ടുപേരും എന്റെ ക്യാരറ്റ് തട്ടിപ്പറിച്ചു. എങ്ങനെ എടുത്തത്? എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കാണിക്ക്. ഓക്കേ. ഇങ്ങനെ നീ എന്റെ ക്യാരറ്റ് തട്ടിപ്പറിച്ചല്ലേ? മോഷണ കുറ്റത്തിന് ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. ഇത് തെറ്റാണ് കമ്മീഷണർ സാർ, വലിയ തെറ്റാണ്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ മാത്രം നീ ആരാണ്? എന്നോട് തർക്കിക്കാൻ നിന്നാ നീ 5 വർഷത്തേക്ക് പുറം ലോകം കാണില്ല. 5 വർഷം എന്ന് പറയുമ്പോ കുറച്ച് കൂടുതലാണ്. സത്യത്തിൽ ഈ 5 വർഷം എന്നൊക്കെ പറയുന്നതേ പകുതി വെച്ച് മുറിച്ച് 2.5 ആക്കുന്നത് നല്ലത്. എന്നോട് ബാർഗെയിൻ ചെയ്യാൻ വന്ന കുറ്റത്തിന് നിന്നെ ഞാൻ ശിക്ഷിക്കും. ആന വരുമ്പോ അതിന്റെ താഴെ പോയി കിടക്കണം. എന്നിട്ട് അത് എത്ര പുഷപ്പെടുക്കുമെന്ന് നോക്കണം. പിടിക്കവനെ. എന്തിനാണ് പിടിക്കുന്നത്? അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നാ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇവനെ പിടിച്ചോളാം. ഹണിയെ വെറുതെ വിട്, അവൻ ഒരു തെറ്റും ചെയ്തില്ല. ഇത് എന്തൊരു പോലീസുകാരനെ ഇത്? സ്വന്തം മീശ വീഴാതെ പിടിക്കാറിയില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ കള്ളനെ പിടിക്കുന്നേ? ഇവൻ കമ്മീഷണർ അല്ല, ഡുഗു ഗുഗുവിന്റെ സഹോദരൻ, മോസ്റ്റ് വാണ്ടഡ് ഗുണ്ട കുക്കുവാണ്. യഥാർത്ഥ കമ്മീഷണർ സാറിനെയും ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. പറയേ, അദ്ദേഹം എവിടെ? വേഗം വാ, ഓടി രക്ഷപ്പെടാം. നമുക്ക് സ്കൂട്ടറിൽ അവരെ പിന്തുടരാം. നമ്മുടെ പാണ്ഡസാറിന്റെ വണ്ടി ടയർ പഞ്ചറായിരിക്കുക. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവര് എങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ലല്ലോ. അവര് മുകളിലുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിലെത്തണം. ആദ്യം അമരുടെ കല്ലുമഴ ഒന്ന് നിക്കട്ടെ, എന്നിട്ട് പോ അങ്ങോട്ട്. കൂട്ടുകാരെ, മുകളിലെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരും. ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത ആൾക്കാർ തന്നെ ഇപ്പൊ ജയിലിൽ സുഖമായിട്ടാ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തെ ഓർത്ത് നിന്റെ വായൊന്ന് അടച്ചു വെക്കുക ഹണി. അവന്മാരെ പെട്ടെന്ന് പിടിക്കണം. ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം മമ്മി. എന്റെ മമ്മി, എന്റെ മമ്മി.
അയ്യോ രക്ഷിക്കണേ, ഞങ്ങളിപ്പോ താഴെ വീഴുകയാ. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇത് നിന്റെ മമ്മിയാണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ താഴെയുടെ മമ്മി തന്നെ ക്യാച്ച് പിടിച്ചോളും. അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണം. കമ്മീഷണർ സ്ഥാനം തടവിലാക്കിയിരിക്കുന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ. ഈഷ്, ഇവരെ മുകളിലേക്ക് വലിക്ക. വൗ, ഈ പോലീസ് സ്റ്റേഷൻ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ. ഇത് കമ്മീഷണർ സാറിനെ വെൽക്കം ചെയ്യാനായി പാണ്ഡ സാർ തന്നെ ചെയ്തതായിരിക്കും. താങ്ക് യു ഇൻസ്പെക്ടർ പാണ്ഡ. മാത്രമല്ല നിങ്ങൾ 4 പേര് കാരണമാണ് പോലീസ് സ്റ്റേഷൻ രക്ഷപ്പെട്ടത്. സർ, ഇത് ഞങ്ങളുടെ കടമയാണ്. പോലീസുകാരെ സഹായിക്കാനും ഗുണ്ടകളെ അടിച്ചൊതുക്കാനും ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ആ.